അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ കടലമാവ്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1.5 കപ്പ് പഞ്ചസാര, ഓയിൽ. ആദ്യം മാവ് നമുക്കൊന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ കടലമാവ് പെട്ടെന്ന് കട്ടയാവും. മാവ് ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഫുഡ് കളർ അല്ല എടുത്തിരിക്കുന്നത്, മഞ്ഞപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം. ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവൊന്ന് മിക്സ് ആക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിലേക്ക് ആക്കാം. അങ്ങനെ കിട്ടിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പരുവത്തിൽ കിട്ടത്തുള്ളൂ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസിലേക്ക് പാൻ വെച്ച് 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അച്ച് വേണ്ട, ഒന്നും വേണ്ട, നമുക്കൊരു കണ്ണാപ്പ് മാത്രം മതി. കണ്ണാപ്പയിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം.
പൊടിച്ചതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതായത് മൊത്തം ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചാരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കൊരു ഇളം ചൂടോടെ കിട്ടണം. വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കുറച്ച് പഞ്ചാരപ്പാനിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്കിനി അത് നല്ലോണം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിനി ക്രിസ്പിക്ക് വേണ്ടി നമുക്ക് കുറച്ച് കാഷ്നട്ട് അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്